ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ മിഡിൽ ഈസ്റ്റിന് എന്നും വലിയ പ്രാധാന്യമാണുള്ളത്. അവിടെ ഇറാന്റെ ഓരോ നീക്കവും ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നു. ഇറാന്റെ നിലവിലെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ അലി ലാരിജാനി എന്ന പേര് വീണ്ടും ശ്രദ്ധേയമാവുകയാണ്. ഇത് കേവലം ഒരു വ്യക്തിയുടെ വളർച്ചയല്ല, മറിച്ച് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു രാഷ്ട്രം തങ്ങളുടെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കാൻ സ്വീകരിക്കുന്ന തന്ത്രപരമായ നീക്കമാണ്. 1957 ഇറാഖിലെ നജഫിൽ ഒരു പണ്ഡിത കുടുംബത്തിലാണ് അലി ലാരിജാനി ജനിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബം മതപരമായും രാഷ്ട്രീയമായും വലിയ സ്വാധീനമുള്ള ഒന്നായിരുന്നു. ലാരിജാനിയുടെ വളർച്ചയിൽ ഈ പശ്ചാത്തലം വലിയ പങ്ക് വഹിച്ചിട്ടുമുണ്ട്. വിപ്ലവാനന്തര ഇറാനിൽ അധികാര ശ്രേണിയിലേക്ക് ലാരിജാനി എത്തിയത് തന്റെ അക്കാദമിക് മികവിലൂടെയും സൈനിക പശ്ചാത്തലത്തിലൂടെയുമാണ്. ഗണിതശാസ്ത്രത്തിലും കമ്പ്യൂട്ടർ സയൻസിലും ബിരുദം നേടിയ ശേഷം തത്വശാസ്ത്രത്തിൽ അദ്ദേഹം ഉന്നത പഠനം നടത്തി. ശാസ്ത്രീയമായ യുക്തിചിന്തയും ആഴവും ഒരേപോലെ ലാരിജാനിൽ കാണാൻ സാധിക്കും. ഇറാഖ് യുദ്ധകാലത്ത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിൽ അദ്ദേഹം വഹിച്ച ചുമതലകൾ അദ്ദേഹത്തെ ഒരു തന്ത്രജ്ഞനായി വളർത്തി. യുദ്ധാനുഭവം ഒരു നേതാവിന് നൽകുന്ന പക്വത അദ്ദേഹത്തിന്റെ പിന്നീടുള്ള നയതന്ത്ര തീരുമാനങ്ങളിൽ പ്രതിഫലിച്ചു. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRIBയുടെ തലവനായിരുന്ന കാലം മുതൽക്കേ ഭരണകൂടത്തിന്റെ സ്വരവും നയവും രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. എന്നാൽ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറിയായും ആണവ ചർച്ചകളിലെ മുഖ്യ പ്രതിനിധിയായും പ്രവർത്തിച്ച കാലമാണ് അദ്ദേഹത്തെ ഒരു അന്താരാഷ്ട്ര നേതാവാക്കി മാറ്റിയത്. പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ചർച്ചകൾ ഇറാന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം പുലർത്തിയ ശക്തവും അതേസമയം പ്രായോഗികമായ വിട്ടുവീഴ്ചകളും ലോകം ശ്രദ്ധിച്ചു. ചർച്ചകളുടെ ചാണക്യൻ എന്ന വിശേഷണം ഇതോടെ അദ്ദേഹത്തിന് ലഭിച്ചു. 2008 മുതൽ 2020 വരെ നീണ്ട 12 വർഷം ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളെ ഏകോപിപ്പിക്കാനും സർക്കാരുമായി ചേർന്ന് മുന്നോട്ട് പോകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അയത്തുള്ള അലി ഖമേനിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും പിൻഗാമിയെക്കുറിച്ചുമുള്ള അഭ്യൂഹങ്ങൾക്കിടയിൽ 2025 ലാരിജാനി വീണ്ടും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ തലപ്പത്തേക്ക് എത്തിയത് തികച്ചും ആകസ്മികമല്ല. ഇതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഇറാന്റെ ഭരണഘടന അനുസരിച്ച് പരമോന്നത നേതാവാകാൻ ഉയർന്ന മതപദവി ആവശ്യമാണ്. ലാരിജാനി ഒരു രാഷ്ട്രീയ നേതാവ് ആയതുകൊണ്ട് തന്നെ നേരിട്ട് ഈ സ്ഥാനത്തേക്ക് എത്താൻ പരിമിതികളുണ്ട്. എന്നിരുന്നാലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തെ നയിക്കാൻ രൂപീകരിക്കുന്ന കൗൺസിൽ ഓഫ് ലീഡർഷിപ്പിൽ ലാരിജാനി ഒരു പ്രധാന കണ്ണിയാകുമെന്ന് നിരീക്ഷകർ കരുതുന്നു. ഇസ്രയേലുമായും അമേരിക്കയുമായുള്ള സംഘർഷം മുറുകുന്ന ഈ സാഹചര്യത്തിൽ വികാരപരമായ തീരുമാനങ്ങളെക്കാൾ പ്രായോഗികവും ബുദ്ധിപരവുമായ നീക്കങ്ങളാണ് ഇറാൻ ആവശ്യം. ഇവിടെയാണ് ലാരിജാനിയുടെ പ്രസക്തി. അദ്ദേഹം ഒരു പ്രോഗ്മാറ്റിക് കൺസർവേറ്റീവ് ആണ്. അതായത് വിപ്ലവ വീര്യം മുറുകെ പിടിക്കുമ്പോൾ തന്നെ മാറുന്ന ലോക സാഹചര്യങ്ങൾക്കനുസരിച്ച് നയതന്ത്ര നീക്കങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് മടിയില്ല. ഇറാനിലെ തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരും മിതവാദികളും തമ്മിലുള്ള പോരാട്ടത്തിൽ ഒരു മധ്യവർത്തിയായി നിൽക്കാൻ ലാരിജാനിക്ക് സാധിക്കും. ഇത് രാജ്യത്തിനുള്ളിലെ ആഭ്യന്തര കലാപങ്ങൾ ഒഴിവാക്കാനും സുഗമമായ അധികാര കൈമാറ്റം ഉറപ്പാക്കാനും സഹായിക്കും. അലി ലാരിജാനിക്ക് മുൻപിലുള്ള വെല്ലുവിളികളും ചെറുതല്ല. ഉപരോധങ്ങൾ മൂലം തകർന്ന ഇറാനി സമ്പദ് വ്യവസ്ഥയെ പുനർജീവിപ്പിക്കുക, അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട ഇറാന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുക എന്നിവ അദ്ദേഹത്തിന് മുൻപിലുള്ള പ്രധാന കടമ്പകളാണ്. എന്നാൽ ചൈനയുമായും റഷ്യയുമായും ഇറാൻ ഉണ്ടാക്കിയ പുതിയ സഖ്യങ്ങളിൽ ലാരിജാനിയുടെ തന്ത്രപരമായ കാഴ്ചപ്പാടുകൾ വ്യക്തമാണ്. പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ പലതവണ അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ടത് ഇവിടെ ഉൾപ്പെടെയുള്ള തിരിച്ചടികൾ നേരിട്ടപ്പോഴും ലാരിജാനി തന്റെ വിശ്വസ്തത തെളിയിച്ചു. ഇന്ന് അദ്ദേഹം ഇറാന്റെ അദൃശ്യമായ നട്ടെല്ലായി പ്രവർത്തിക്കുന്നു. ഇറാന്റെ ഭാവി അനിശ്ചിതത്വത്തിന്റെ നിഴലിലാണെന്ന് പുറം ലോകം കരുതുമ്പോഴും ഉള്ളിൽ സുശക്തമായ ഒരു അധികാര കൈമാറ്റ പദ്ധതി തയ്യാറാണെന്ന സൂചനയാണ് അലി ലാരിജാനി ഉയർത്തുന്നത്. വികാരങ്ങൾക്കല്ല, മറിച്ച് വിവേകത്തിനാണ് വരും കാലത്ത് ഇറാൻ മുൻഗണന നൽകുന്നത് എന്നതിന്റെ അടയാളമാണ് ഈ നേതാവ്. മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുലരണമെങ്കിലും ഇറാൻ ഒരു സുസ്ഥിരമായ നേതൃത്വത്തിന് കീഴിൽ വരിക എന്നത് അനിവാര്യമാണ്. അലി ലാരിജാനി ആ ദൗത്യം എത്രത്തോളം വിജയകരമായി പൂർത്തിയാക്കും എന്നത് ലോകം ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഇറാന്റെ ആണവ നയതന്ത്ര ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായി പങ്കുവഹിച്ച വ്യക്തിത്വമാണ് അലി ലാരിജാനി. 2005 മുതൽ 2007 വരെ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയായും മുഖ്യ ആണവ മധ്യസ്ഥനായും അദ്ദേഹം പ്രവർത്തിച്ചു. ഈ കാലയളവിലാണ് ഇറാന്റെ ആണവ പദ്ധതി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്നതും പാശ്ചാത്യ ശക്തികളുമായുള്ള വിലപേശലുകൾ കടുക്കുന്നതും. ലാരിജാനിയുടെ ഇടപെടലുകളിലെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. ഇറാന്റെ ആണവ സാങ്കേതികവിദ്യ കൈക്കലാക്കാനുള്ള അവകാശത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ നയതന്ത്ര ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത കടുത്ത ചർച്ചക്കാരൻ എന്ന പ്രതിച്ഛായ ലാരിജാനിക്കുണ്ടായിരുന്നു. യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുമായി, പ്രത്യേകിച്ച് ഹാവിയർ സോളനുമായുള്ള ലാരിജാനി നടത്തിയ ചർച്ചകൾ വളരെ പ്രസിദ്ധമാണ്. ഉപരോധങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആണവ പരീക്ഷണങ്ങൾ തുടരാനുള്ള പഴുതുകൾ കണ്ടെത്താനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. അന്നത്തെ ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നെജാദുമായി ആണവ നയത്തെ ചൊല്ലി ലാരിജാനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തീവ്ര നിലപാടുകൾ നയതന്ത്ര വഴികൾ അടയ്ക്കുന്നുവെന്ന് കരുതിയ ലാരിജാനി ഒടുവിൽ സ്ഥാനം ഒഴിഞ്ഞെങ്കിലും പിന്നീട് പാർലമെന്റ് സ്പീക്കർ എന്ന നിലയിൽ 2015 ചരിത്രപരമായ ആണവ കരാർ ഇറാൻ പാർലമെന്റിൽ പാസാക്കിയെടുക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കും വഹിച്ചു. ചുരുക്കത്തിൽ ഇറാന്റെ ആണവ സ്വപ്നങ്ങളെ അന്താരാഷ്ട്ര നിയമങ്ങൾക്കുള്ളിൽ നിന്ന് സംരക്ഷിക്കാനും അതേസമയം രാജ്യത്തെ ഒറ്റപ്പെടുത്താതിരിക്കാനും ലാരിജാനി നടത്തിയ നീക്കങ്ങൾ ഇന്നും ഇറാൻ ഭരണകൂടത്തിന് മാതൃകയാണ്.